ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും സൂര്യനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. എന്നാൽ ഈ സൂര്യൻ തന്നെ നമുക്ക് വിനയായി മാറിയാലോ? ഒരു വലിയ സോളാർ സ്റ്റോം നമ്മുടെ ഭൂമിയെ ബാധിക്കുകയാണെങ്കിലോ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? പ്രധാനമായും മനുഷ്യനെ ആയിരിക്കും ഇത് കൂടുതലായി ബാധിക്കാൻ പോകുന്നത്. എങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും മനുഷ്യൻ നേരിടേണ്ടി വരിക? നമുക്ക് നോക്കാം സോളാർ സ്റ്റോം എന്താണെന്നും അവ ഭൂമിയിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും. സൂര്യൻ്റെ ഉൾഭാഗത്തുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസ് സൂര്യൻ്റെ മാഗ്നറ്റിക് ഫീൽഡുമായി കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഊർജ്ജ പ്രവാഹമാണ് സോളാർ സ്റ്റോമുകൾ. പലപ്പോഴും ഇത് കൊറോണൽ മാസ് ഇജക്ഷൻ അഥവാ CME കാരണമാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന സോളാർ സ്റ്റോമുകൾ പലപ്പോഴും നമ്മുടെ സോളാർ സിസ്റ്റത്തെ മുഴുവനായി ബാധിക്കാറുണ്ട്. ഈ സോളാർ സ്റ്റോം നമ്മുടെ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡുമായി കോണ്ടാക്റ്റിൽ വരുമ്പോൾ ജിയോ മാഗ്നറ്റിക് സ്റ്റോം ഉണ്ടാകാൻ കാരണമാകുകയും ഭൂമിയിലെ എല്ലാ GPS സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെ താറുമാറാക്കുകയും ചെയ്യുന്നു. 1859 ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ സോളാർ സ്റ്റോം ഉണ്ടായിട്ടുള്ളത്. ഇതിനെ കാരിങ്ടൺ ഇവൻ്റ് എന്നാണ് വിളിക്കുന്നത്. അന്നിത് ടെലഗ്രാഫ് സംവിധാനത്തെയായിരുന്നു കൂടുതലായി ബാധിച്ചത്. അന്ന് ഇന്നത്തെ പോലുള്ള ടെക്നോളജി ഇല്ലാത്തത് കൊണ്ട് തന്നെ ജനങ്ങളെ ഇത് പ്രതികൂലമായി ബാധിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഈ ഒരു സോളാർ സ്റ്റോമുകൾ ജനങ്ങളെ പ്രതികൂലമായി തന്നെ ബാധിക്കും. നമുക്കത് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. സോളാർ സ്റ്റോം ഉണ്ടായ മിനിറ്റുകൾക്കകം തന്നെ ഇത് ഭൂമിക്കടുത്തെത്തും. ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റിൻ്റെയും ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെയും പ്രവർത്തനത്തെ ഇത് കാര്യമായി ബാധിക്കും. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പ്രവർത്തിക്കാത്തത് കൊണ്ട് തന്നെ സ്പേസ് സ്റ്റേഷനിലുള്ള ഓസ്ട്രോനട്ടുകൾക്ക് ഭൂമിയുമായി ബന്ധപ്പെടാൻ സാധിക്കുകയില്ല. കൂടാതെ ഈ സോളാർ സ്റ്റോമിൽ നിന്ന് വരുന്ന റേഡിയേഷൻ ഓസ്ട്രോനട്ടുകളുടെ ശരീരത്തെ കാര്യമായി ബാധിച്ചേക്കാം. അവർക്ക് ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ ഉണ്ടാക്കാൻ ഇത് കാരണമാകുന്നു. ഇനി സോളാർ സ്റ്റോം ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ലോകത്തെല്ലായിടത്തും തന്നെ ആകാശത്ത് അറോറ ബോറിയലസ് എന്ന മനോഹരമായ പ്രതിഭാസം ദൃശ്യമാകും. സോളാർ സ്റ്റോമിലുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഭൂമിയുടെ അന്തരീക്ഷവുമായി സമ്പർക്കത്തിൽ വരുമ്പോഴാണ് ഈ ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത്. ഉടനെ തന്നെ ലോകത്തുള്ള ഇലക്ട്രിസിറ്റി പവർ ഗ്രിഡ് സംവിധാനങ്ങളെല്ലാം തന്നെ ഓഫായി തുടങ്ങും. കൂടാതെ ഇലക്ട്രിക്, ഡീസൽ, പെട്രോൾ തുടങ്ങിയവയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ എല്ലാം തന്നെ പ്രവർത്തനം നിലയ്ക്കും. ഇത് വലിയ വലിയ നഗരങ്ങളിൽ റോഡ് ബ്ലോക്ക് ഉണ്ടാക്കുകയും ആക്സിഡൻറ്റുകൾ ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്യുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ വിളിക്കാൻ മൊബൈൽ ഫോൺ എടുക്കുമ്പോൾ അതൊന്നും തന്നെ പ്രവർത്തിക്കുന്നുണ്ടാവില്ല. ഭൂമിയിൽ എല്ലായിടത്തും കമ്മ്യൂണിക്കേഷൻ ഒന്നും തന്നെ നടക്കില്ല. GPS നാവിഗേഷൻ സിസ്റ്റം ഒന്നും പ്രവർത്തിക്കാത്തത് കൊണ്ട് തന്നെ പ്ലെയിനിൻ്റെ കോക്പിറ്റിൽ നിന്നും എയർ ട്രാഫിക് കൺട്രോളുമായുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം നഷ്ടമാകും. കൂടാതെ ഇത്രയധികം റേഡിയേഷൻ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് എയ്റോപ്ലെയിനുകളുടെ എൻജിൻ ഓഫായി ഒരുപാട് പ്ലെയിൻ ക്രാഷസ് സംഭവിക്കാൻ കാരണമാകുകയും ഇത് കാരണം ഒരുപാട് പേർ മരിക്കുകയും ചെയ്യുന്നു. കപ്പലുകൾ, ട്രെയിനുകൾ, യുദ്ധവിമാനങ്ങളൊന്നും തന്നെ പ്രവർത്തിക്കുകയില്ല. ലോകത്തിലെ ഇലക്ട്രിസിറ്റി എല്ലാം ഓഫാകുന്നത് കൊണ്ട് നഗരങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് ജലമോ ആഹാരമോ ലഭിക്കുകയില്ല. ഇത് കാര്യമായി ബാധിക്കാൻ പോകുന്നത് ഹോസ്പിറ്റലുകളെ ആയിരിക്കും. ഇലക്ട്രിസിറ്റി ഇല്ലാതെ സർജറികളൊന്നും തന്നെ നടത്താൻ സാധിക്കുകയില്ല. കൂടാതെ ICU, വെന്റിലേറ്റർ സൗകര്യങ്ങളെല്ലാം പ്രവർത്തനരഹിതമാകും. ഇത് ഒരുപാട് ആൾക്കാരുടെ മരണത്തിന് കാരണമാകുന്നു. ലോകത്തുള്ള ATM, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് സൗകര്യങ്ങൾ, ഓൺലൈൻ പണമിടപാടുകൾ എല്ലാം തന്നെ നിലയ്ക്കും. മെഷീൻസും ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തതിനാൽ ഭക്ഷണം, അവശ്യ സാധനങ്ങൾ ഒന്നും നമുക്ക് ലഭിക്കില്ല. രാജ്യങ്ങൾ തമ്മിലോ വ്യക്തികൾ തമ്മിലോ കമ്മ്യൂണിക്കേഷൻ നടക്കുകയില്ല. TVയോ മൊബൈൽ ഫോണോ പ്രവർത്തിക്കാത്തതിനാൽ ലോകത്ത് എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് നടക്കുന്നതെന്ന് പലർക്കും മനസ്സിലാകില്ല. പക്ഷേ ആഴ്ചകളോ മാസങ്ങളോ എടുത്ത് എല്ലാം പഴയ രീതിയിൽ തന്നെയാകും. ഓരോ രാജ്യങ്ങളും തങ്ങളുടെ ഇലക്ട്രിസിറ്റി, പവർ ഗ്രിഡ്, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇവയെല്ലാം വീണ്ടും പുനർനിർമ്മിക്കുന്നതിലൂടെ എല്ലാം പഴയതുപോലെ തന്നെ ആകുന്നതായിരിക്കും. ഒരു സോളാർ സ്റ്റോം ഇപ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഭാവിയിൽ ഒരു സോളാർ സ്റ്റോം ഉണ്ടായാൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നമ്മൾ നേരിടേണ്ടി വരിക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.